ഗുഡ് മോർണിംഗ്. സോ ഇന്ന് നമ്മൾ മുമ്പ് ഹാൻഡ് പ്രാക്ടീസിന് ചെയ്ത പോലത്തെ ഒരു ഡൂഡിൽ തന്നെയായിരിക്കും ചെയ്യേണ്ടത്. സോ ഫോർ ദാറ്റ് ഞാൻ ഇവിടെ ബോർഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്കിത് ഞാൻ മുന്നേ കട്ട് ചെയ്ത് വെച്ചൊരു പേപ്പറാണ്, അതുകൊണ്ടാണ് മുകളിൽ ബോർഡർ ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ 4 സൈഡിലും ചെറിയ ചെറിയ ബോർഡേഴ്സ് കൊടുക്കുന്നുണ്ട്, ഒരു യൂണിഫോം ആയിട്ട് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞിട്ട്. നാല് സൈഡും നമ്മളിങ്ങനെ ബോർഡേഴ്സ് ഇട്ടിട്ടുണ്ട്. 4 സൈഡും ബോർഡേഴ്സ് ഇട്ടിട്ടുണ്ട്. ലെറ്റ് സ്റ്റാർട്ട്. ഇനി ഔട്ട്ലൈൻ ഇട്ടിട്ട് നമുക്ക് തുടങ്ങാം. ഔട്ട്ലൈനിൽ എന്തൊക്കെയാണ് വരയ്ക്കുന്നത് എന്നുള്ളത് നമ്മളിത് മുമ്പ് വരച്ചതിൻ്റെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇമേജാണ്, പക്ഷെ ഇതിൽ നമ്മൾ ഡിഫറെൻറ്റ് കളർ കോമ്പിനേഷൻസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. സോ പ്ലേസിങ് ഇറ്റ് നിങ്ങൾക്ക് ഫുള്ളായി കാണുന്ന രീതിയിൽ. ഇനി ഇതിൻ്റെ മിഡ് ഇപ്പം ഇതാണെന്ന് കൺസിഡർ ചെയ്തോളൂ. ഇവിടെയാണ് മിഡ് എന്ന് കൺസിഡർ. അതിനെക്കാട്ടിലും കുറച്ചുകൂടെ താഴെ ഈ ഒരു ഏരിയയിൽ മിഡിൻ്റെ കുറച്ചുകൂടെ താഴെ ഞാൻ എന്താ ഇങ്ങനെ ലൈറ്റായിട്ട്, ഡാർക്കായിട്ട് കൊടുക്കരുത്, ലൈറ്റായിട്ട് ഇങ്ങനൊരു കേവി പോലെ വരയ്ക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഈ ഇപ്പുറത്തെ കോർണറിൽ നിന്ന് ഇതേപോലെ കുറച്ചെല്ലാം കേവി ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. ഇനി ഇതേപോലെ ഇങ്ങനെ കൊണ്ടുവരുന്നു, ഇങ്ങനത്തെ ഒരു ഷേപ്പ് കൊണ്ടുവരും. എല്ലാം ഫ്രീ ഹാൻഡിൽ വരയ്ക്കണം. അതിനാണ് ഞാൻ ഈ കേവി ആയിട്ട് കൊടുക്കുന്നത്, സ്ട്രെയിറ്റ് വരയ്ക്കാതിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ഈ ഒരു മിഡ് ഇപ്പം ഇതാണെന്ന് കൺസിഡർ ചെയ്തോളൂ. ഇങ്ങനൊരു ഹില്ല് ഞാൻ വരച്ചു ഇങ്ങനെ. ഇനി ഇതിൻ്റെ ഇങ്ങനെ കൊണ്ടുവന്ന് 2 ഹില്ലാണ് നമുക്കുള്ളത്. ഇനി ഈ 2 ഹില്ലിൻ്റെയും സെൻറ്ററിൽ ഇങ്ങനെ ഒരെണ്ണം കൂടെ നമ്മൾ കൊടുക്കുക. ഇതും ഹില്ല് തന്നെയാണ് കേട്ടോ, കൺഫ്യൂസ്ഡ് ആവരുത്, സണ്ണൊന്നുമല്ല. ഇനി ഈ കോർണറിൽ നമ്മൾ ഇങ്ങനെ ഒരു ഹാഫായിട്ടുള്ള ക്ലൗഡ് കൊടുക്കുന്നു. സെൻറ്ററിൽ ഒരു ഫുള്ളായിട്ടുള്ള ക്ലൗഡ് കൊടുക്കുന്നു. ഈ സൈഡിലും ഹാഫ് തന്നെ ആയിട്ടുള്ള ക്ലൗഡ്. ദിസ് ഇസ് ഹൗ ദ പിക്ചർ ഇസ് ഗോയിങ് ടു ലുക്ക്. ഇത്രയും ഔട്ട്ലൈനാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് ഓരോരോ സെഗ്മെൻ്റായിട്ട് ചെയ്തു തുടങ്ങാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ ഏറ്റവും ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടേക്ക് യുവർ ബ്ലാക്ക് കളർ എടുക്കുക. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഞാനൊന്ന് ബ്ലാക്ക് കളർ മാറ്റുന്നുണ്ട്. എൻ്റെ കുറേ പെന്നുകളുണ്ട്, അപ്പോൾ ഞാൻ ഇതിലൊക്കെ ലൈവ് സെഷനിൽ വരുന്നവർക്ക് അറിയാൻ പറ്റും. നിറയെ പെന്നുണ്ട്, പക്ഷെ ഇതിലേതൊക്കെ വർക്ക് ചെയ്യുന്നുള്ളതൊരു ഐഡിയ ഇല്ല, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാ ഈ ബ്ലാക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഈ ഒരു ഔട്ട്ലൈൻ കൊടുക്കുക. എല്ലാ സൈഡിലും കൊടുക്കണം കേട്ടോ, 4 സൈഡിലും. ഓക്കെ, നമ്മളിങ്ങനെ കൊടുത്തു. ഇനി ഞാൻ സ്കെച്ചാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ അവിടെ ഒരു ലൈറ്റ് ഗ്രീനാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൈറ്റ് ഗ്രീനിൻ്റെ സ്കെച്ച് എടുത്തു. ലൈറ്റ് ഗ്രീനിൻ്റെ സ്കെച്ച് എടുത്തിട്ട് ഒരു ലെയർ ഇങ്ങനെ കൊടുക്കുക. ഒരു ലെയർ നമ്മൾ ബ്ലാക്ക് കൊടുത്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ചെറിയ കട്ടിയിൽ വേണം കൊടുക്കാൻ. കട്ടിയിൽ ഇൻ ദ സെൻസ് ഒരു ചെറിയ വീതിയിൽ, ആ പച്ച എടുത്ത് കാണിക്കുന്ന പോലെ. ഓക്കെ, ഇങ്ങനെ ചെയ്യും. ഇനി യു കെൻ എയ്തർ ടേക്ക് ഗ്രീൻ കളർ പെൻസിൽ, അല്ല ആ ഗ്രീൻ കളറിൽ പെന്നുണ്ടെങ്കിൽ ആ പെന്ന് എടുത്താലും മതി. ഏതെങ്കിലും ഒന്ന്. മാൻഡേറ്ററി ആയിട്ടും നമുക്കത് സ്കെച്ച് തന്നെ വേണം എന്നുള്ളതില്ല. നമ്മളിവിടെ ഓൾറെഡി സ്കെച്ച് ഉപയോഗിച്ചതുകൊണ്ട് ഞാൻ പറയുന്നുണ്ട് എല്ലാവരും കളർ പെൻസിൽ ഒരു പാക്കറ്റ് മേടിച്ച് വെക്കണം എന്നുള്ളത്. സോ ഐ എം ഗോയിങ് ടു യൂസ് ഹിയർ കളർ പെൻസിൽ എടുത്തിട്ട്, അപ്പം നമുക്ക് ഈ ഒരു പാർട്ട് ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്,
ഇങ്ങനെയല്ലേ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഇങ്ങനെ കൊടുക്കും ലൈൻസ് ഈ സൈഡിൽ നിന്ന് ഈ സൈഡ് വരെ. നമ്മളിങ്ങനെ കൊടുത്തു. പക്ഷേ ഈ ഒരു പാർട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി ഇത് ഫിനിഷ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൻ്റെ സെക്കൻഡ് നെക്സ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അവിടെയും വി ഗോണ സ്റ്റാർട്ട് വിത്ത് ബ്ലാക്ക്. ബ്ലാക്ക് കളർ കൊടുത്തു, ബോർഡേഴ്സ് കൊടുത്തു. ഇത്രയും ഇങ്ങനെ ബോർഡർ നമ്മൾ കംപ്ലീറ്റ്ലി ബോർഡർ ആക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഞാൻ എടുക്കുന്ന കളർ ഒരു പേർപ്പിൾ കളറാണ്. പേർപ്പിൾ ഒരു വയലറ്റ് കളർ സ്കെച്ചാണ് എടുക്കുന്നത്. എന്നിട്ട് ആ വയലറ്റ് കളർ സ്കെച്ച് ഞാൻ നമ്മൾ ഗ്രീൻ കൊടുത്ത പോലെ തന്നെ എന്നിട്ട് നമ്മൾ ഇതേപോലെ ലൈൻസ് ഇട്ടിട്ട് കൊടുക്കുകയാണ്. അത് സോറി ഗൈസ്, എന്നിട്ട് പ്രസ് ചെയ്ത് വരയ്ക്കുമ്പോൾ എൻ്റെ പെൻസിൽ മെസ്ഡപ്പ്. ഇപ്പോൾ ശരിയായിട്ടുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് വരയ്ക്കരുത്, കുറച്ച് ഗ്യാപ്പ് വരണം. നമുക്ക് ഈ ലൈനിൻ്റെ ഇടയിൽ കൂടെ ആ വൈറ്റ് കാണണം. നമ്മളിങ്ങനെ വരച്ചിട്ട് ഇനി നെക്സ്റ്റ് നമുക്ക് മേജറായിട്ട് വരുന്ന ഈ ഒരു പാർട്ടാണ്. ഈ പാർട്ട് വരുമ്പോൾ ഫസ്റ്റ് നമുക്ക് സൈഡിൽ ബ്ലാക്ക് ഫില്ല് ചെയ്യാം. ഇത്രയും ഫില്ല് ചെയ്തു, കാരണം ഇവിടെയൊക്കെ ഓൾറെഡി ബ്ലാക്ക് ഉണ്ട്. ഇനി അവിടെ നമ്മൾ സ്കൈ ബ്ലൂ ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ബ്ലൂ ഒരു വാട്ടർ ബോഡി എന്നുള്ള ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതും ഒരു ചെറിയ കട്ടി ഇൻ ദ സെൻസ് വിഡ്ത്തിൽ നമുക്കവിടെ ഒരു ബോർഡറായിട്ടത് ഫീൽ ചെയ്യുന്ന പോലെ
ഇത്രയും നമ്മളിത് കംപ്ലീറ്റ്ലി ഔട്ട്ലൈൻ ഇട്ട് കൊടുത്തത്. കുറച്ച് വലിയ സ്പേസാണ്, സോ ഞാൻ മാക്സിമം ക്യാമറ കൊള്ളുന്ന പോലെ വെച്ചിട്ടുണ്ട്. ഡൺ. ഇനി അതിൽ നമുക്ക് കളർ പെൻസിൽ വെച്ച് കൊടുക്കുക ചെയ്യാം. പെൻസിൽ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ആംഗിളിലാണ് ചെയ്യുന്നത്. നമുക്ക് ആ കേർവ്സ് കറക്റ്റായിട്ട് അറിയണം. അതിന് ഈ ഒരു ഷേപ്പിൽ തന്നെ അത് പോകണം. കണ്ട ഒരു വാട്ടർ ബോഡി ആ ഒരു ഷേപ്പിൽ തന്നെ നിൽക്കുന്ന പോലെ ആയിരിക്കും നമ്മളിത് ചെയ്തിട്ട് വന്നത്. ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഞാനൊരു ഡാർക്ക് ഗ്രീൻ കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. സോ ഇഫ് ദാറ്റ് ഞാൻ ഈ ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ഇടുകയാണ്. ഡാർക്ക് ഗ്രീൻ, ഇതിൻ്റെ തൊട്ട് ഡാർക്കറായിട്ടുള്ള ഗ്രീൻ കേട്ടോ. ഇതാ ഈ ഒരു സ്കെച്ച് പെൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാനിങ്ങനെ കൊടുക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ നിബ് ഇത്തിരി ചെറുതാണ് ഈ ഒരു പർട്ടിക്കുലർ സ്കെച്ചിൻ്റെ. ഒരു 2 ലെയറായിട്ടത് വരച്ചാൽ കറക്റ്റ് അത് നമ്മൾ ഇവിടേക്ക് കൊടുത്ത അതേ വീതിയിൽ അത് കിട്ടുള്ളൂ. നമ്മൾ നേരത്തെ ഞാൻ യൂസ് ചെയ്തത് സ്കെച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നിബ് ഇസ് ലിറ്റിൽ ബിഗർ. അപ്പം നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ ബോർഡർ ഇടാൻ കിട്ടും. ഇതിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 2 ട്രിപ്പ് ഇതുപോലെ ഇട്ടിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ടല്ല ഗ്യാപ്പുകളിൽ. നമുക്ക് ഗ്രീനായി, ഗ്രീൻ ഉള്ളിൽ ഫില്ലിങ്. സോ ഐ ടേക്കൺ മൈ ഡാർക്ക് ഗ്രീൻ പെൻസിൽ. നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, നമ്മൾ നേരത്തെയൊക്കെ കൊടുത്ത പോലെ. ഈ ഒരു ആംഗിളിൽ ഇങ്ങനെയാണ് അത് കൊടുത്തത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. അടുത്തത് നമ്മളൊരു ഡാർക്ക് ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഡാർക്ക് ബ്ലൂവിന് ഇറ്റ്സ് ഗിവൻ ഔട്ട്ലൈൻ ഇൻ ബ്ലാക്ക്. ഇതും കൂടെ ബ്ലാക്കിൽ ഔട്ട്ലൈൻ ഇട്ട് വയ്ക്കുന്നത്. അതാകെ ചെറിയൊരു പോർഷനാവും. ഡാർക്ക് ബ്ലൂ സ്കെച്ച്. എന്നിട്ട്
ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ അടുത്ത കളറും കൂടെ കൊടുക്കുകയാണ്. ചെറിയൊരു പോർഷനേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അത് ഞാൻ വയലറ്റാണ് കൊടുക്കുന്നത്. ഈ വയലറ്റും ബ്ലൂ നമുക്ക് ഒന്നിച്ച് കൊടുക്കാം. ചായ ടിക്കൻ ഡാർക്ക് ബ്ലൂ ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഈ സൈഡിലാണ് ചെറിയ ഭാഗം വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം. എല്ലാം ഫ്രീ ഹാൻഡ് വരയ്ക്കണം. നിങ്ങൾ കോമ്പസ് അങ്ങനത്തെ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് വരച്ചത് കറക്റ്റായി കിട്ടില്ല. എന്നാലും ഇപ്പം ഞാൻ വരയ്ക്കുമ്പോൾ ഈ ലൈൻ ഇളകാതെ എനിക്ക് കിട്ടുന്നില്ല. അതേപോലെ നിങ്ങൾക്ക് അത് വരണം. അതിനാണ് ഇടയ്ക്കിടയ്ക്ക് ഡൂഡ്ലിങ് പ്രാക്ടീസ് തരുന്നത് കേട്ടോ. ഇനിയിപ്പോൾ മിക്കവാറും നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മൾ ഈ മന്തിൽ നമ്മൾ ബോഹോ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുക. ആൻഡ് വിൽ ബി ഡൂയിങ് എ ബോഹോ പെയിൻറ്റിങ് ഓൺ ക്യാൻവാസ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡൂഡിൽസും കൂടെ തരുന്നു എന്നേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ ഗ്ലാസ് പെയിൻറ്റിങ്ങിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക ബോഹോ കംപ്ലീറ്റ് ആയതിനു ശേഷം. ബ്ലൂ ഇസ് ഓവർ. ഇനി നമ്മൾ ലെറ്റ്സ് മൂവ് ഫോർവേഡ് ഫോർ പർപ്പിൾ. അല്ല, ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആയി. ഇനി ഇത് നമുക്ക് കുറച്ച് വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്നതെന്ന്. ഇനി ഈ സ്കൈയിൻ്റെ ഭാഗത്ത് നമ്മൾ വേറൊരു രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഞാൻ ഫസ്റ്റ് ഔട്ട്ലൈൻ മാത്രം കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഔട്ട്ലൈൻ കൊടുത്തു. ഇനി ഈ ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ പോവുകയാണ് മുകളിൽ. ഇത്രയും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ക്ലൗഡ്സിനും കൂടെ കൊടുക്കാം. ഇത്രയും കൊടുത്തു. ഇത് നമ്മൾ കൊടുത്തത്. ഇനി ഈ സ്കൈനെ എടുക്കുക. സ്കൈക്ക് എടുത്തിട്ട് നമ്മൾ 2 കളർ സ്കെച്ച് പെൻസ് എടുക്കുന്നുണ്ട്. ഒന്ന് യെല്ലോയും ഒന്ന് ഓറഞ്ചും. ഇങ്ങനെ 2 കളേഴ്സാണ് എടുക്കുന്നത്. ഇനി സ്കെയിൽ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വി ഷേപ്പ് പോലെ യെല്ലോ കൊണ്ട് കൊടുക്കുക. ഇങ്ങനെ ഒരു വി ഷേപ്പ്. ഇനി നിങ്ങൾ ഈ യെല്ലോൻ്റെ മുകളിൽ കൂടെ തന്നെ ഓറഞ്ച് വെച്ച് വരച്ചോളൂ കേട്ടോ. ഫുൾ ഓറഞ്ചാണ് കൊടുക്കുന്നത്. എന്നാലേ ഞാൻ ഉദ്ദേശിക്കുന്ന കോമ്പിനേഷൻ വരുള്ളൂ. ഇനി ഇതിൻ്റെ ഇവിടെ വി പോലെ കൊടുത്തല്ലോ. ഈ വി കഴിഞ്ഞിട്ട് ഇവിടെയും ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു ഓറഞ്ച് കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യും, ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഈ ക്ലൗഡ് വരുമ്പോൾ ക്ലൗഡിന് മുകളിലൂടെ പോവാതെ അടിയിലൂടെ പോകുന്ന പോലെ കൊടുക്കുക. ഇങ്ങനെ ചെരിഞ്ഞ ഷേപ്പിൽ വേണം ഇതെല്ലാം വരാൻ. ഇത്രയും ഇതിങ്ങനെ. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കുറച്ച് ചെരിഞ്ഞിട്ട് കൊടുക്കണം. ഇതിങ്ങനെ. ഇങ്ങനെയാണ് നമുക്ക് സ്കൈ വരുന്നത്. ഞാൻ ആദ്യം ഇടയിൽ മാറി വരച്ചതാണ് യെല്ലോ കൊണ്ട് വരയ്ക്കണ്ട, ഓറഞ്ച് കൊണ്ട് മാത്രം വരയ്ക്കാം.
ഇനി നെക്സ്റ്റ് നമുക്ക് യെല്ലോ പെൻസിലും പിങ്ക് കളർ പെൻസിലും എടുക്കുക. യെല്ലോ ആൻഡ് പിങ്ക് കളർ പെൻസിൽ. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് മാത്രം നിങ്ങൾക്ക് സ്കെയിൽ കൊണ്ട് യൂസ് ചെയ്യാം കേട്ടോ. യെല്ലോ കൊണ്ട് ലൈൻ വരയ്ക്കുക ഇങ്ങനെ. അതേപോലെ സൈഡിലൊക്കെ ലൈൻ നിങ്ങൾക്ക് ഫ്രീ ഹാൻഡ് കൊണ്ട് വരയ്ക്കാൻ പറ്റുമെങ്കിൽ വരച്ചോളൂ. ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ഇതുകൊണ്ട് വരയ്ക്കുന്നതേ ഉള്ളൂ. യെല്ലോ കൊണ്ട് വരച്ചു. ഇനി അടുത്ത യെല്ലോ കൊണ്ട് വരയ്ക്കേണ്ടത് ഇവിടെയാണ്. ഇടയിലൊരു ഗ്യാപ്പ് വിടണം. വിട്ടിട്ട് ഞാൻ ദേ യെല്ലോ ലൈൻസ് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ ഈ ഒരു ക്ലൗഡിൽ തട്ടാതെ വരച്ചു. ഇനി ഒരെണ്ണം വിട്ടതിന് ശേഷം അടുത്തത്. അപ്പോൾ അവിടെ നമുക്ക് ഗ്യാപ്പ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഇങ്ങനെ കൊടുക്കും. ഇനി നമ്മൾ ഇതേ മെത്തേഡ് തന്നെ ഇപ്പുറത്ത് യൂസ് ചെയ്യാൻ പോവാണ്. യൂസ് ചെയ്യുമ്പോൾ നമ്മളിത് ലൈൻസ് വരയ്ക്കണം യെല്ലോ കൊണ്ട്. ചെറിയ ഗ്യാപ്പ് കൊടുത്താൽ മതി കേട്ടോ. വെള്ള ഒരുപാട് കാണുന്നതിനെക്കാട്ടും അവിടെ ആ കളർ കോമ്പിനേഷനാണ് നമുക്ക് കാണാനുള്ളത്. അപ്പോൾ ഒരു ഗ്യാപ്പ് വിടണം, അത് മറക്കരുത്. അതൊരു ഭംഗിക്കാണ് ഞാൻ സ്കെയിൽ കൊണ്ട് ചെയ്യുന്നത്. സ്കെയിൽ കൊണ്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ആ വളവില്ലാതെ കിട്ടും. ഇവിടെ നമ്മൾ പകുതി ഇപ്പുറത്തായിട്ടല്ലേ ചെയ്യുന്നത്. ഇതെവിടെയും യെല്ലോ. അപ്പോൾ ഫുൾ യെല്ലോ നമുക്ക് കംപ്ലീറ്റ് ആയി. ദിസ് ഇസ് ഹൗ ഇറ്റ് വുഡ് ലുക്ക് ലൈക്ക്. ഇപ്പോൾ യെല്ലോൻ്റെ കഴിഞ്ഞു. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പിങ്ക് വൺ. അപ്പോൾ പിങ്ക് എങ്ങനെയായിരിക്കും? പിങ്ക് കൊണ്ട് ചെയ്യുമ്പോൾ ദേ ഇതുപോലെ വരും. ഓരോ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ളത്, ഒരു യെല്ലോ ഒരു പിങ്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഓൾട്ടർനേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കും. നല്ല രസമുണ്ടാവും ആ കോമ്പിനേഷൻ കാണാൻ. ഇനി ഈ ബ്ലൂവും കൂടെ ഫില്ല് ചെയ്യുമ്പോഴായിരിക്കും കംപ്ലീറ്റ് ഭംഗി വരിക. ഇങ്ങനത്തെയൊക്കെ നിങ്ങൾക്ക് പല പിക്ചേഴ്സ് വരച്ചിട്ടും ട്രൈ ചെയ്യാം. ഇങ്ങനെ നിങ്ങളുടെ നേച്ചർ റിലേറ്റഡ് ആയിട്ടോ അല്ല വേറെ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടൊക്കെ ട്രൈ ചെയ്യാം. ഇങ്ങനെ നമുക്ക് ലൈൻ ഡൂഡിൽസ് എന്നൊക്കെ പറയും ഇതിനെ. ഇവിടെ മോൾ ഭാഗം കുറച്ചധികം കൊടുത്തു. ഇനി ഇവിടെ മാത്രം. നമ്മുടെ സ്കൈ ഈസ് പിങ്ക് ആൻഡ് യെല്ലോ എന്ന് പറഞ്ഞൊരു പുതിയ, അതിന് ഏറ്റവും ഹൈലൈറ്റ് ആയി നിൽക്കുന്നത് നമ്മൾ ഓറഞ്ച് ലൈൻ ബോർഡർ കൊടുത്തോണ്ട് കേട്ടോ. അത് മാത്രം ഞാൻ ഇത്തിരി ഭംഗിക്ക് വേണ്ടി കോമ്പിനേറ്റഡ് ആയിട്ട് കൊടുത്തു. സ്കൈ അല്ല, നമുക്ക് നമ്മുടെ ക്ലൗഡ്സ് ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലൗഡ്സിന് ഞാൻ വീണ്ടും നമ്മുടെ ബ്ലൂ എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ എല്ലാത്തിനും കൊടുത്തിട്ട് ഞാൻ ഫില്ല് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതിങ്ങനെ കൊടുത്തു. ഇനി നമുക്ക് പെൻസിലാണ് കൊടുക്കാനുള്ളത്. പെൻസിലിന് ഞാൻ സ്കൈ ബ്ലൂ തന്നെയാണ് എടുക്കുന്നത്. സ്കൈ ബ്ലൂ എടുത്തിട്ട് ഫസ്റ്റ് ഇതാണ് ഇതിൽ ഇങ്ങനെ
ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൊടുക്കുക. സോ നമ്മുടെ ഇന്നത്തെ ഡൂഡിൽ ഇസ് കംപ്ലീറ്റ്. സോ ദിസ് ഇസ് ഹൗ ഇറ്റ് ഹാസ് ടു ലുക്ക്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് പറയണം കേട്ടോ.